കർണാടകയിലെ ചിക്കമംഗളൂരിൽ വിനോദസഞ്ചാരത്തിനെത്തി കാണാതായ മലയാളി പെൺകുട്ടിക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പാലക്കാട്ടെ രമേശിൻ്റെ മകൾ ശ്രീനന്ദയാണ് ഈ മാസം 7-ാം തീയതി മുതൽ കാണാതായത്. കുടുംബത്തോടൊപ്പം ബാബ ബുധൻഗിരിവ്യൂവിൽ ആ പോയിന്റിൽ എത്തിയപ്പോഴാണ് ഈ പെൺകുട്ടിയെ കാണാതായത്. ഇന്ന് പ്രത്യേക ടാസ്ക് ഫോഴ്സിലെ 100 അംഗങ്ങൾ ഈ പ്രദേശത്ത് പരിശോധന നടത്തുമെന്നാണ് വിവരം. തെരച്ചിലിൻ്റെ വിശദാംശങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി തത്സമയം ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഈ ദുരൂഹമായ അപ്രത്യക്ഷമാകൽ അതിനെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 7-ാം തീയതി വൈകുന്നേരം 5:30 മണിയോട് കൂടിയാണ് ഈ കുട്ടിയെ കാണാതാവുന്നത്. 5:20 കുട്ടി കുടുംബത്തിനൊപ്പം ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം വളരെ വേഗത്തിൽ SKN പറഞ്ഞതുപോലെ ദുരൂഹമായി കുട്ടിയെ കാണാതാവുകയായിരുന്നു. അന്ന് മുതൽ തന്നെ അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. കാര്യമായൊരു തിരച്ചിൽ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നില്ല. പിന്നീട് കൃത്യമായൊരു ഇടപെടൽ കുടുംബത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായതിനു ശേഷമാണ് ഇന്നലെ ഒരു 25-അംഗ പോലീസ് സംഘം അവിടെ എത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൽ നിന്നുള്ള 100 പേർ എത്തി ഇന്നിപ്പോൾ പരിശോധന നടത്തും എന്നുള്ളതാണ് അവിടെ നിന്ന് കുട്ടിയുടെ ബന്ധുക്കൾ നമുക്ക് നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. മാത്രമല്ല സ്വകാര്യ ഏജൻസികളിൽ നിന്നുള്ള ഇത്തരം തിരച്ചിലുകളൊക്കെ നടത്തി പരിചയമുള്ള അത്തരം ചില സംഘങ്ങൾ കൂടി അവിടെ എത്തിയിട്ടുണ്ട്. കുട്ടിയുടെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ചും പാലക്കാടിൽ നിന്നൊക്കെ എത്തിയ യുവാക്കളുണ്ട്. അവരും അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഒരു സംയുക്തമായൊരു തിരച്ചിലായിരിക്കും ഇന്നിപ്പോൾ നടക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഒരു ദുരൂഹത ഇപ്പോഴും കുട്ടി കാണാമറയത്ത് നിൽക്കുന്ന ഒരു നിലയുണ്ട്. എന്തായാലും ആ ഒരു ദുരൂഹത ഉണ്ട്. അവിടെ വലിയ ഒരു രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഒരു കൊക്കയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വ്യൂ പോയിന്റ് ആണത്. വളരെ വേഗത്തിലാണ്. അതായത് 5:20 ഈ കുട്ടി ഫോട്ടോ എടുക്കുന്നതിന് ശേഷം 5:30 മണിയോടുകൂടി ഇവിടെ തിരിച്ചിറങ്ങാൻ പോകുമ്പോഴാണ് ഈ കുട്ടി മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം ബന്ധുക്കൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾ വളരെ വേഗത്തിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഈ കുട്ടി മിസ്സിംഗ് ആവുന്നത്. മാത്രമല്ല ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഏതെങ്കിലും തരത്തിലുള്ള അപകടം പറ്റിയാൽ പോലും ഒരുപക്ഷെ അവിടെ നിൽക്കുന്ന ആളുകൾ ഇത് കാണേണ്ടതായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. എന്തായാലും ദുരൂഹമായി തന്നെ തുടരുകയാണ് ഈ കുട്ടി. എന്തായാലും ഇന്നിപ്പോൾ 100 പേരടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സും അതുപോലെ തന്നെ പറഞ്ഞ രീതിയിൽ സ്വകാര്യ ഏജൻസികളുടെ അംഗങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടി ഇന്നെന്തായാലും തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SK, യഥാർത്ഥത്തിൽ നമുക്ക് ഈ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞോ? അവരെന്താണ് പറയുന്നത്? കാരണം ഈ കുട്ടി അപ്രത്യക്ഷമാകുന്നതിനകത്ത് ഒരുപാട് ദുരൂഹത കാണുന്നു. മനീഷ് മൂർത്തി, SKN കുട്ടിയുടെ വല്യച്ഛനുമായി നമ്മൾ സംസാരിച്ചിരുന്നു, അവരുടെ സുഹൃത്തുക്കളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. വല്യച്ഛൻ പറയുന്നത് ഇതാണ്, അതായത് അവിടെ ഉണ്ടായിരുന്നു 5:20 കുട്ടി ഫോട്ടോ എടുത്തിരുന്നു. കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോണില്ല. വീട്ടിലുള്ള ബന്ധുക്കളുടെ മൊബൈൽ ഫോണിലാണ് കുട്ടി ഫോട്ടോ എടുത്തത്. അതിനുശേഷമാണ് അത് 5:20 ഫോട്ടോയുടെ സമയമെന്ന് പറയുന്നത്. 5:30 മണിയോട് കൂടി ഇവർ പാർക്കിങ്ങിലേക്ക് എത്തുന്നു, അതായത് തിരികെ ഇറങ്ങാൻ വേണ്ടി പാർക്കിങ്ങിലേക്ക് എത്തുന്നു. അപ്പോഴാണ് കുട്ടി മിസ്സിംഗ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുന്നത്. വളരെ മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഈ ഒരു മിസ്സിംഗ് നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. അന്ന് തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. പോലീസ് അന്ന് തന്നെ പുലർച്ചെ 2 മണി വരെയൊക്കെ അന്ന് തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് അത് വലിയ ഒരു കൊക്കയൊക്കെ ഉള്ള പ്രദേശമാണ്. അവിടെ വെളിച്ചക്കുറവിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണെന്ന് ആ ഒരു തിരച്ചിൽ അവസാനിപ്പിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിലായി തിരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ സമഗ്രമായ ഒരു തിരച്ചിൽ, അതായത് അവിടെയുള്ള എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. വനംവകുപ്പ് ഈ തിരച്ചിലിൽ പങ്കെടുക്കുന്നത്, കാരണം വനമേഖല അല്ലാത്തത് കൊണ്ട് തന്നെ വനംവകുപ്പ് തിരച്ചിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. എന്തായാലും ആ രീതിയിൽ ഇന്നിപ്പോൾ ടാസ്ക് ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ സ്വകാര്യ ഏജൻസികളിൽ നിന്നെത്തിയ അംഗങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ ഒരു തിരച്ചിൽ, സമഗ്രമായൊരു തിരച്ചിൽ ആ മേഖലയിൽ പൂർണ്ണമായും തന്നെ ഇന്ന് തിരച്ചിൽ നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞൊരു 3 ദിവസങ്ങളിലായി ഈ കുട്ടി കാണാമറയത്താണ്. മാത്രമല്ല അവരുടെ ബന്ധുക്കളൊക്കെ, കുട്ടിയുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ അവിടെ തന്നെയാണ് ഉള്ളത്. അവിടെ തന്നെ ചിക്കമംഗളൂർ താമസിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കുട്ടിയെ കിട്ടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി അവിടെ തന്നെ നിൽക്കുകയാണ്. വലിയ തോതിലുള്ള ദുരൂഹത പറയുന്നുണ്ട്. കാരണം വളരെ വേഗത്തിലാണ്, മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഈ കുട്ടി മിസ്സിംഗ് ആകുന്നത്. എന്തായാലും ഇന്നിപ്പോൾ തിരച്ചിൽ നടത്തും, സമഗ്രമായൊരു തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ്. മാത്രമല്ല പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു ഇടപെടൽ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രത്യേക ചാർജുകൾ ഒക്കെ നൽകിയിട്ടുണ്ട് പോലീസ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SK, ഓക്കെ, താങ്ക് യു മനീഷ് മൂർത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.